इनकम ചോദിച്ചത് യൂട്യൂബ് സബ് ടൈറ്റിൽ डालने के लिए बहुत कुछ कमेंट आता है लेकिन इस എൻ്റെ കല്യാണം പെട്ടെന്നുണ്ടോ ഒരു കൊല്ലത്തിനുള്ളിൽ ഉണ്ടാവുമോ അങ്ങനെയെല്ലാം കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആരെല്ലാം ഉള്ളത് ചോദിച്ചിട്ടുണ്ട്. ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു Q&A നടത്തിയാലോ എന്നുള്ളത്. കാരണം നമ്മൾ കുറേ കാലമായില്ല ഇപ്പം Q&A നടത്തിയിട്ട്. കുറേയായി. നമ്മളൊരു എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ സ്വാഗതം പറയാൻ പറ്റുന്നില്ലേ? അൻവിൻ്റെ നടുക്കിലോട്ട് നടന്നു. സ്വാഗതമില്ല. ആദ്യം ഓടാൻ തുടങ്ങി. ഓനെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കല കേട്ടോ. വാർപ്പിൻ്റെ മുകളിൽ നിന്ന് നമ്മളിപ്പോൾ വാർപ്പിൻ്റെ മുകളിൽ വന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നല്ലൊരു കാണാൻ ഓക്കെ സെറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുന്ന് ഇവിടെ അയ്യോ അടിപൊളി. നമ്മൾ Q&A ചെയ്തിട്ട് കുറേ കാലമായി. കുറേ കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം 1M കഴിഞ്ഞിട്ട് നമ്മൾ Q&A ചെയ്തതായിട്ട് ഒരു ഓർമ്മയില്ല. 7M അടുത്തായി നമ്മളെ ചാനൽ. ഏകദേശം ഇത് 7M ആയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്നും പറയാൻ കഴിയില്ലേ, അതും മുൻകൂറായിട്ട് പറയാം. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരുപാട് സംശയങ്ങൾ, അതിന് ശേഷം വന്ന ഒരുപാട് പുതിയ നമ്മുടെ ഫാമിലിയിലേക്ക് കൂടി ചേർന്ന ഒരുപാട് ആൾക്കാർ അതിന് ശേഷം വന്നവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം കുറേ ഡൗട്ട്സ് ഉണ്ട്. കാരണം അവർ കൂടുതലും നമ്മളെ ഷോർട്സ് വീഡിയോസാണ് കാണൽ. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നാണ്, എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതായത് മെയിൻ നമ്മളാ ചോദിച്ച കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുപാട് സെയിം ആയിട്ടുള്ള സംഭവങ്ങളാണ് അല്ലേ. കാരണം ഇത് അതിൽ വന്നല്ല, ഓരോ ക്വസ്റ്റിനും ഓരോരുത്തരുടെ പേരും എടുത്തിട്ട് നമ്മൾ ഉത്തരം പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 1-2 പാർട്ടായിട്ട് ചെയ്താൽ പോലും തീരുവില്ല. അതുകൊണ്ട് മൊത്തത്തിൽ ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് കൂടുതലായിട്ട് വന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. വേറെ ഒന്നും വിചാരിക്കരുത്, പേരെന്നെടുത്ത് പറയാത്തത് കൊണ്ട്. അത് വേറെ ഒന്നല്ല, അങ്ങനെ എടുത്താൽ ഭയങ്കര ലെങ്ത് ആയി പോകും, നിങ്ങൾക്ക് തന്നെ ഒരു ബോറായിട്ട് തോന്നും. പിന്നെ സെയിം ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് നമ്മളതിൽ നിന്നെടുത്തു. ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ മാത്രം. ഒന്ന് വന്നിട്ട് സായുവിൻ്റെ കല്യാണം ചോദിച്ചിട്ടുണ്ട്, യൂട്യൂബ് ഇൻകം ചോദിച്ചിട്ടുണ്ട്, അൻവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അത് ചോദിച്ചിട്ടുണ്ട്, യേശുവിൻ്റെ വീട്ടുകാരെന്നാ കാണിക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ തമ്മിലുള്ള എങ്ങനെയാന്ന്, ആരാന്ന് ചേച്ചിയുടെ ഹസ്ബൻഡ്. ഇതൊന്നും അപൂർവം ചിലർക്കുള്ള ഡൗട്ടുകളാണ്. സബ് ടൈറ്റിൽ ഇടുക, വീഡിയോയിൽ ഇടാത്തത്. അതിപ്പോൾ ഞാൻ മലയാളത്തിൽ പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. ഒരു സെക്കൻഡ്, ഹിന്ദി വാല ഇംഗ്ലീഷ് എനിക്ക് അത്ര അങ്ങ് സ്പീഡിൽ പറയൽ നടക്കാത്ത പരിപാടി. അതുകൊണ്ട് ഹിന്ദിയിൽ ആ സംഭവം ഒന്നും ഞാൻ പറഞ്ഞു കൊടുക്കണ്ട അവർക്ക്. കാരണം ഹിന്ദിക്കാരും ഇത് കാണും, ഇത് ഞാനെടുത്ത് മുമ്പിൽ വിടും. सत्यम सब टाइटल डालने के लिए बहुत कुछ कमेंट आता है लेकिन इसलिए नहीं डालता है क्योंकि हम तो रोज़ वीडियो बनाता है, मतलब आज सुबह वीडियो बनाएगा फिर शाम को उसको अपलोड करता है. इसके बीच में अगर सब टाइटल भी डालना है तो बहुत टाइम लगेगा हमारे लिए, इसलिए तो वो थोड़ा मुश्किल है. मैं कमेंट सारे पढ़ता हूँ, उसमें आपका ये सब टाइटल का बारे में, क्योंकि अपना भाषा आप लोग को पकड़ नहीं पाएगा, मुझे भी पता है. लेकिन थोड़ा शॉर्ट वीडियो देखिए, एडजस्ट कीजिए. उसमें तो इसका कोई ज़रूरत नहीं, मतलब अपना भाषा का, लैंग्वेज का कोई दिक्कत नहीं पड़ता है. इसलिए शॉर्ट वीडियो आप देखिए. हमारा जो ऐसा वाला वीडियो में आपको तो सब टाइटल अगर हो सकता है तो मैं आगे कर दूंगा, लेकिन अभी तो थोड़ा मुश्किल है क्योंकि इतना टाइम नहीं है हमारा पास. ठीक है. അപ്പം നമ്മളെ ബാക്കിയുള്ളവർ ആരും എന്നെ ഒന്നും പറയരുത്, അത് അവരോടൊരു ഉത്തരം പറഞ്ഞേ പറ്റും. കാരണം നിങ്ങൾ തന്നെ കമൻറ്റ് കാണുന്നുണ്ടാവും, ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഹിന്ദിക്കാരിലായിട്ട്. അപ്പോൾ അവരോട് ഞാൻ മറുപടി പറഞ്ഞാണ് സബ് ടൈറ്റിൽ ഇടുന്നതിൻ്റെ സമയത്തിൻ്റെ കാര്യങ്ങൾ. നമുക്ക് ഏതായാലും ആൻസറിലേക്ക് തുടങ്ങാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇവർ കേൾക്കാൻ നല്ലത്. ആദ്യം തന്നെ നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായിട്ട്. അപ്പോൾ ആദ്യത്തെ എന്തായിരുന്നു? ആദ്യത്തെ നിന്റെ കല്യാണത്തിൻ്റെ തന്നെയായി കുറേ ആൾ ചോദിച്ചിട്ടുള്ളത്. സായി ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. ഇവൻ്റെ കല്യാണത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, കല്യാണം പെട്ടെന്നുണ്ടോ ഒരു കൊല്ലത്തിനുള്ളിൽ ഉണ്ടാവുമോ, അങ്ങനെയെല്ലാം കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം വയസ്സെല്ലായില്ലേ, അപ്പോൾ എങ്ങനെയായാലും ഈ ഒരു കൊല്ലത്തിൻ്റെ ഇടക്ക് ഇവൻ്റെ മാരേജ് ഉണ്ടാവും. 2023 നടക്കൂലെന്ന് ജോത്സ്യം പറഞ്ഞു അല്ലേ? ഞാൻ ജോത്സ്യനെ കൊണ്ട് അങ്ങനെ പറയിച്ചു, വലിയ രക്ഷയില്ല. അല്ല, പറയാൻ കഴിയില്ല. മിക്കവാറും എന്തായാലും നമ്മൾ പോകുന്നതിനെക്കാട്ടും കുറച്ച് മുന്നേ ഇവൻ ജോത്സ്യൻ്റെ നമ്പറെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മിക്കവാറും അതിൻ്റെ ആവാനാ സാധ്യത. അപ്പോൾ എങ്ങനെയായാലും ഇക്കൊല്ലം 2023 തന്നെ ഉണ്ടാവും. അതൊക്കെ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 2023 അത് ഉണ്ടാവുമായിരിക്കും. അൻവിന്റെ കാര്യങ്ങളാണ് മെയിനായിട്ട് കുറെ ആൾക്കാർക്ക്. അത് എല്ലാവരും കാണുന്നത് എൻ്റെ അൻവിന്റെ മാത്രം വീഡിയോ ആണല്ലോ. അതിന് നമ്മൾ ഈ 4 ആളുടെയും കഠിന പ്രയത്നം ഉണ്ട് കേട്ടോ അതിന്റെ പിന്നില്, ഒരാളെ മാത്രമല്ല. അത് പിന്നെ നേരിട്ടിട്ടും ഈ കമന്റിൽ ഏതായാലും നമ്മളിപ്പോ
പിന്നെ ഓൻ ഇടുന്നത് തന്നെയാട്ടാ ശരിക്കും. ഓൻ ദേഷ്യം പിടിച്ചൊക്കെ പറയുമ്പോൾ ദേഷ്യം പിടിച്ച പോലെ തന്നെ നിൽക്കും. അതന്നെ വീഡിയോ തന്നെ കാണുന്നത് തന്നെയാട്ടാ. പിന്നെ ചിരിക്കാൻ പറയുമ്പോൾ ഉള്ള ചിരിയും പിന്നെ വേറെ കാര്യമായിട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലൊന്നും ചെയ്യിപ്പിക്കുന്നില്ല അല്ലെ, എന്താ പറയാ നമ്മളെ അതായത് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യിപ്പിക്കുന്നൊന്നുമില്ല അവനെ കൊണ്ട്. ഓൻ ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കുന്നത്. ഓൻ്റെ മൂഡിനനുസരിച്ചിട്ട് നമ്മളെ വീഡിയോ എടുക്കല്. ഇപ്പം തന്നെ ഓനടി ഉണ്ട്, പക്ഷെ ഓനോട് വിളിച്ചു കഴിഞ്ഞാൽ വരില്ല. ഈ ക്യാമറേന്റെ മുമ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഇങ്ങോട്ടേക്ക് സ്ഥലത്ത് ഇരുന്നുകൊണ്ടുള്ള ഒരു പരിപാടിക്ക് അവനെ കിട്ടൂല. അതാണ് വിഷയം. ഇപ്പൊ എന്തെല്ലോ എന്തൊക്കെ എടുത്തിട്ട് പൂച്ചക്കളി കളിക്കാൻ പറ്റും അതെല്ലാം കളിക്കും. അടാ വെക്കടാ. ഇല്ല അതിലിപ്പോ നിങ്ങൾ കാണും, ഓന്റെ തലയെല്ലാം നിങ്ങൾ കാണും, കണ്ടേ പറ്റും, വേറെ രക്ഷയില്ല. ഇപ്പൊ ഇതാ അതിൽ കാണുന്നുണ്ട്. പൈപ്പും വടിയെല്ലാം എടുത്തിട്ട് വരുന്നുണ്ട്. ഇവന്റെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ചില സമയത്ത് നമ്മൾ പറയുന്ന പോലെ തന്നെ എല്ലാം ചെയ്തു തരും, വന്നിരിക്കും. പക്ഷെ ഇവന്റെ വയസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ 3 വയസ്സുള്ള ഒരു കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ എന്തായാലും പറഞ്ഞെടുക്കാൻ നിൽക്കില്ല. പറഞ്ഞ പോലെ കാര്യങ്ങളിൽ അഭിനയിക്കാനെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ അഭിനയിക്കുമെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മളതിനനുസരിച്ചിട്ട് എന്തെങ്കിലും തമാശയെല്ലാം പറഞ്ഞ് നീ പോയി എടുത്തിട്ട് വാന്നെല്ലാം പറയും. അപ്പോൾ പോയി എടുത്തിട്ട് വരുന്ന സമയത്ത് നമ്മളത് എടുക്കും. ഓൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഓൻ തന്നെ ചെയ്യുന്നത് കുറേ ഉണ്ട്. അതായത് ഓൻ ചില നമ്മൾ സങ്കടപ്പെട്ട് നിൽക്കുന്നെല്ലാം പറയുമ്പോൾ ഓനിപ്പോൾ ശീലമായി. ഓനെ അപ്പോൾ ഓനറിയാം ഒരു സങ്കടത്തിന് ഒരു സംഭവം നമ്മൾ അധികം പറയില്ല, ഒന്നിക്കിങ്ങനെ താടിക്കൈ വെക്കും. അത് പറയാണ്ട് തന്നെ സങ്കടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയെല്ലാം വെക്കാനെല്ലാം തുടങ്ങി. അപ്പോൾ ഓൻ്റെ കാര്യങ്ങൾ അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഓൻ്റെ വയസ്സ് 3 അംഗൻവാടി ചേർക്കാനായി. അടുത്ത മാസം അംഗൻവാടി പോവും. അപ്പൊ ചേർക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇവര് രണ്ടെണ്ണം ലീവിലുണ്ടെങ്കിൽ എടുക്കും. നമ്മൾ രണ്ടാളും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷേ എങ്കിൽ ഞാൻ വരുന്ന ദിവസം ഇവനെ അംഗൻവാടിയിലേക്ക് വിട്ടാൽ മതി. അതല്ല നല്ലതല്ലേ? അൻവി സെറ്റാണ്. അൻവിനെ നമ്മളെ ചാനലിന്റെ മെയിൻ. നമ്മളതിനനുസരിച്ച് കഷ്ടപ്പെടുന്നുണ്ട് ഓനെ കൊണ്ട് അങ്ങനെ ആക്കി എടുക്കാൻ. അപ്പോൾ അതത്രേ ഉള്ളൂ അൻവിന്റെ വിശേഷം. ചില സ്ഥലത്ത് എന്നെ നോക്കിയിട്ട് സംഗീത് കുമാറിലേന്ന് ചോദിച്ചിട്ടുണ്ട്. കുറേ ഒക്കെ അറിയില്ല. അറിയാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോസാണ് കൂടുതൽ കാണുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ അങ്ങനെയുള്ളവരാരും കൊണ്ടെങ്കിൽ അവർക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. കുറേ പേർക്ക് അറിയായിരിക്കും. ഞാനാണ് സംഗീത്, ഇത് എൻ്റെ അനിയനാണ്, എൻ്റെ അനിയനാണ്, ഇതെൻ്റെ വൈഫാണ്. കുറേ ആൾക്ക് അങ്ങനെയും ഡൗട്ടുണ്ട്. ഇവരാങ്ങളും പെങ്ങളുമാണോ? ആങ്ങളും പെങ്ങൾ തന്നെയാണ്, പക്ഷേ ഇത് ഏട്ടത്തിയാണ്. ഞാൻ എൻ്റെ വൈഫാണ്, അമ്മയാണ്, ഞങ്ങളുടെ രണ്ടാളുടെ അമ്മയാണ്. അങ്ങനെയാണ് നമ്മുടെ ഇത് കേട്ടോ. അൻവി അതിൻ്റെ ഇടക്ക് കമ്പലം കൊണ്ടുവരുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് ഇടക്കിടക്ക്. പിന്നെ അച്ഛനെ പറ്റിയിട്ടുള്ള ചോദ്യം കുറേ വീഡിയോസ് നമ്മളെ ഫാമിലി വീഡിയോസിൽ എന്തുകൊണ്ട് അച്ഛന് പൊതുവെ ഇതിനോടൊരു താല്പര്യക്കുറവല്ല, ക്യാമറയുടെ മുമ്പിൽ വരാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. അല്ലാതെ ഈ ചെയ്യുന്നതിനോ ഇതിനൊന്നും എതിരൊന്നല്ല. അതുകൊണ്ട് അച്ഛനെ കൂട്ടാത്ത വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാവരും ഇപ്പം വീഡിയോന്റെ മുമ്പിൽ ഇപ്പം താല്പര്യം കാണിച്ചെന്നല്ലോ, വേറെ ഒരു കുഴപ്പമില്ല. അച്ഛന് വേറെ ഇതേപോലെ വന്നിട്ട് വീഡിയോയിൽ പറയാൻ നിൽക്കാൻ അച്ഛൻ നിൽക്കൂല. അതുകൊണ്ടാണ് അച്ഛൻ വീഡിയോസിലില്ല. അതല്ലാതെ വേറെ ചാനലിലൊരു സപ്പോർട്ടിലായിട്ടും അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. അച്ഛൻ നമ്മളെ വീഡിയോ തന്നെ ഇരുന്ന് കാണില്ല കേട്ടോ. നമ്മുടെ വീഡിയോ ഇന്ന് കാണുന്നുണ്ടാവും നമ്മളെ വീഡിയോ. അതുകൊണ്ട് വീഡിയോയിൽ വരുന്നില്ല എന്നേ ഉള്ളൂ. വീഡിയോയിൽ വരാൻ ഈ നടുക്കിൽ നിങ്ങൾ ക്യാമറ നടുക്കിൽ ഇങ്ങനെ ഒരു കമ്പലിൽ ഇങ്ങനെ വന്നു പോകുന്ന കാണും. അത് നമ്മളിങ്ങനെ നോക്കുന്ന ഇടക്കിടക്ക് ഇവന് ഇതിന്റെ ഇടക്ക് കിടന്നിട്ട് ഇതിന്റെ താഴെയുണ്ട് ആശാൻ. ഇതാണ് എൻവി നിൽക്കുന്നില്ല, അതാ വിഷയം. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? പിന്നെ വേറെ ഒന്നും കൂടി ചോദിക്കും, നിങ്ങളെ വേറെ ഒരു ഫാമിലിനെ ഒന്നും കാണിച്ചിട്ടില്ലല്ലോ ഇതുവരെ എന്നിട്ടൊരു കമന്റ് ഉണ്ടായി. അതായത് അതും ഇതന്നെ അച്ഛനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ അത്രയേ ഉള്ളൂ. നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് എടുക്കുന്നു, അതവിടെ തീരുന്നു. നമ്മൾ ആരോടും കൂടുതലായിട്ട് ചാനലിനെ കുറിച്ചിട്ട് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഫാമിലി വേറെ ആരും നമ്മുടെ ചാനലിനെ കുറിച്ച് നമ്മളോടും പറയലില്ല, നമ്മൾ അവരോടും പറയലില്ല. ആർക്കും ഒരു എതിർപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു വിഷയം ഇതിൻ്റെ തേടിയും വരുന്നില്ല കേട്ടോ. ഇനിയുള്ളത് മെയിനായിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇൻകം, പിന്നെ ഇവിടെ ഫാമിലീസിന്റെ കാണിക്കാത്തതെന്നെല്ലാം ചോദിച്ചിട്ട് നമ്മളെ പറ്റി സ്ഥലം, അതിന് മുന്നേ നമ്മുടെ സ്ഥലം ചോദിച്ചിട്ടുണ്ട് കുറേ പേര്. ഒരുപാട് പേർക്ക് സംഭവം നേരിട്ട് ഇതെന്തുകൊണ്ടാണ് ഞാനിങ്ങനെ നേരിട്ട് എന്ന് പറയുന്നത് അറിയാം. കാരണം ഇത്രയും കാലമായിട്ട് പൊതുവേ ഇങ്ങനെ പുറത്ത് കൊറോണയും കാര്യങ്ങളായിട്ട് പുറത്തൊന്നും പോകുന്നില്ല. അതിനുശേഷം നമ്മൾ തുടങ്ങിയതും, പക്ഷെ അത് എന്നാലും ഉത്സവത്തിന് ഇതെല്ലാം ഇപ്പോൾ ഉത്സവ സീസണല്ല, അധികം ഞാൻ അമ്പലങ്ങളിലെല്ലാം പരിപാടിക്ക് പോകുന്നുണ്ട്. ഇവിടെ ഇല്ല, കാരണം നമുക്ക് ഈ ചെണ്ട കൊട്ട് ഗാനമേള എന്നെല്ലാം പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. കാരണം വെച്ചാൽ ഈ നാട്ടിൽ വരുമ്പോൾ ഇതെല്ലാം കാണാൻ പറ്റും. ഞാനുള്ളൊരു ഉത്സവം കണ്ട കാലമാണ്, അതുകൊണ്ട് തന്നെ ഇപ്പൊ നാട്ടിലുള്ള ഉത്സവത്തിനെല്ലാം ഞാൻ വന്നിട്ട് ഒന്നും ഉണ്ടാവില്ല, കല്യാണം ഒന്നും ഇല്ലെങ്കിൽ എല്ലാം ഭയങ്കര പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഉത്സവം കിട്ടിയാൽ എന്തായാലും ഫുൾ ടൈം അവിടെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അപ്പൊ പോകുമ്പോഴാണ് ഈ അതും നമ്മളെ നാട്ടിൽ ഈ അമ്പലത്തിലെല്ലാം പോകുമ്പോൾ ചോദിക്കുന്നത്, നിങ്ങളെങ്ങനെ ഇവിടെ എത്തി, നിങ്ങൾ കുറെ കാലം ഉണ്ടാവും ഇവിടെ? സംഭവം വെച്ചാൽ നമ്മൾ ഈ കണ്ണൂരുകാരാന്ന് കുറേ പേർക്ക് അറിയില്ല കേട്ടാ. എവിടെ ഈ തില്ലങ്കേരി ഉള്ളവർക്ക് തന്നെ നമ്മൾ തില്ലങ്കേരിക്കാരാണെന്നാണ് നമ്മൾ നേരിട്ട് പറയുമ്പോൾ അറിയുന്നത്. നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം വരുന്നു. നമ്മളെ സ്ഥലം എന്ന് പറഞ്ഞാൽ കണ്ണൂരാണ് കേട്ടോ. കണ്ണൂർ ഇരിട്ടി തില്ലങ്കേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ സ്ഥലം, വീട് കേട്ടാ. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. പിന്നെ പറഞ്ഞ ഇൻകം ചോദിച്ചത് എൻവി കയ്യിലടക്കം എന്തെല്ലോ ചോദിക്കാനുണ്ട്, ഓനോട്
അപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം വരുന്നുണ്ട്, യൂട്യൂബിൽ നിന്ന് ഇല്ല എന്ന് പറയുന്നില്ല. നമ്മൾ മെയിനായിട്ട് യൂട്യൂബ് എന്ന് പറയുന്ന സാധനത്തിലൊക്കെ ഇറങ്ങി തിരിച്ച് അങ്ങനെ ഒരു ആക്റ്റീവ് ആകാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായിരുന്നു. കൊല്ലം ഒരു യൂട്യൂബിൻ്റെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഇത്ര പൈസ വരുന്നുണ്ട്, ഒരു ശമ്പളം കിട്ടുന്ന പോലെ പറയാൻ പറ്റില്ല. യൂട്യൂബിൻ്റെ ഓരോ വീഡിയോസിനനുസരിച്ചിട്ടാണ് യൂട്യൂബിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇടുന്ന വീഡിയോസിനനുസരിച്ചിട്ടാണ്. ഇടുന്ന വീഡിയോസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോ ഇടുന്ന അതിന് മില്യൺ കണക്കിന് വ്യൂസ് എല്ലാം കയറിയിട്ടുണ്ടെങ്കിൽ ഷോർട്സിനല്ല പറയുന്നത്, ഷോർട്സിൻ്റേതായ വരുമാനമുണ്ട് അതിൻ്റെ. അപ്പോൾ നിങ്ങൾക്കും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇത് അല്ലേ? എല്ലാവർക്കും നല്ലത്. നമ്മളെ കൊണ്ടാണെങ്കിൽ പിന്നെ ഇതായിരിക്കും ആർക്കൊന്നും. കാരണം നമ്മൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോലും കൊല്ലത്തിലാകെ 2 വട്ടമല്ലാന്ന് വരുന്നത്, 2 മാസം ഒരു വർഷത്തിൽ. ആ സമയത്താണ് വീഡിയോ എടുക്കൽ സമയം പറയുന്നത്. അത്രയും ചെറിയ സമയത്ത് നമ്മളിതെല്ലാം ചെയ്ത് ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നാട്ടിലുള്ളവരോടാണ് പറയുന്നത്, സുഖമായിട്ട് പറ്റുന്ന കാര്യമേ ഉള്ളൂ, ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ. നമ്മളിപ്പം പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു വലിയൊരു ഫാമിലി ആയത് നിങ്ങളെല്ലാവരും സ്നേഹമല്ല. അപ്പോൾ ഈ സ്നേഹമെല്ലാം കിട്ടാൻ നമ്മൾ ഭാഗ്യം ചെയ്ത് വരും, അത്രേ പറയാനുള്ളൂ. യൂട്യൂബ് വരുമാനം അത്രയേ ഉള്ളൂ. നമ്മൾ വീഡിയോസ് ഇടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ റീച്ചിനനുസരിച്ചിട്ട് പൈസ കിട്ടും. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ വരും, മിനിമം എമൗണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. സ്ഥിരമായിട്ടൊന്നും എല്ലാ മാസവും ഇത്ര പൈസ എന്നുള്ള കണക്കിൽ. കാരണം വെച്ചാൽ നമ്മൾ അതുപോലെ വീഡിയോ ഇടുന്നുള്ളൂ, നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നില്ല. നമ്മൾ നാട്ടിലുള്ള സമയത്തെ ഈ ലോങ് വീഡിയോസ് ഇടുന്നുള്ളൂ, ബാക്കി ഷോർട്സ് സമയം കിട്ടുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് കണക്കായിട്ടേ ഉള്ളൂ നമ്മളെ വരുമാനം. ഇതൊരു സ്ഥിര വരുമാനമല്ല, അത് ആദ്യമേ പറയുന്നുണ്ട്. ജോബിൻ്റെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടാളും ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ചെറിയ സമയം നമുക്ക് വീഡിയോ ചെയ്യാൻ കിട്ടും. രണ്ടാളും ആ കൊല്ലത്ത് കിട്ടുന്ന സമയം, ലീവ് വരുന്ന സമയത്ത് നല്ല മനസ്സിലാവില്ല. ഏകദേശം നമുക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം ഒരു അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും അങ്ങനെയായിരിക്കും കേട്ടോ. എല്ലാവരും അവസ്ഥ തന്നെയാണ് അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ എന്നാലും കിട്ടുന്ന സമയങ്ങൾ ഇതുപോലെ ചെയ്യും, അത്ര തന്നെ. വേറെ നാട്ടിൽ വരുന്ന സമയത്ത് ചെയ്യും. എനിക്ക് ആരെല്ലാം ഉള്ളത് ചോദിച്ചിട്ടുണ്ട്. ഏച്ചിയുണ്ട്, ഏട്ടനുണ്ട്, അച്ഛനുണ്ട്, വേറെ ഏടത്തിയുണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. കുറേ ഫാമിലി ഉണ്ട്. പിന്നെ അവരെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അവരെല്ലാവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, നമ്മളെല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ കുറേ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, രേശു ചേച്ചീൻ്റെ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലാന്ന്. അത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ Q&A എന്ന് പറഞ്ഞിട്ട് ഇത്രയും കമൻ്റ് ഇട്ട് എല്ലാവരും, കാരണം കുറേ സംശയങ്ങൾ, ഇതുപോലുള്ള കുറേ സംശയങ്ങൾ ഒരുപാട്, എല്ലാം ഒരുപോലെ തന്നെ കുറേ സംശയങ്ങൾ വന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ചുരുക്കിയെടുത്ത് കുറച്ച് മാത്രം പറഞ്ഞത്. അപ്പോൾ ഇതന്നെ ആയിരിക്കും ഒരുവിധം എല്ലാവരുടെയും സംശയം, ഉള്ളിലുള്ള സംശയമെന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇതന്നെ എടുത്തിട്ട് പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ കുറേ ആൾക്കാർക്ക് ചോദിക്കാനൊന്നുമില്ല, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാകുന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അവരോട് എപ്പോൾ ഈ ചെറിയ ഫാമിലീൻ്റെ ഒപ്പം ഒരുപാട് കാലങ്ങൾ നമ്മളീ ചെറിയ വലിയ ഫാമിലി, ഈ ഫാമിലിയിൽ നമ്മുടെ ഒപ്പം ഇപ്പം കൂടിയുള്ള എനിക്ക് കൂടെ ചേരാൻ വരുന്നവരോട് ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട്. ഒരുപാട് നന്ദി. കുറേ സംശയങ്ങൾ തീർന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരോടും ബൈ ബൈ.